ആ ദിനം വരുമെന്ന് കർത്താവ് ഉറപ്പ് തരുന്നുണ്ട്. ആ ദിനം വരുമെന്ന് കർത്താവ് ഉറപ്പ് തരുന്നുണ്ട്. ആകാശത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നത് പോലെയായിരിക്കും തൻ്റെ ദിവസം മനുഷ്യപുത്രനും. ഇത് വലിയൊരു ഉറപ്പാണത്. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നതെന്നുള്ളതാണ് ഫരിസേയരുടെ ചോദ്യം. കർത്താവ് കൊടുക്കുന്ന ഉത്തരം എപ്പോൾ വരും എന്നുള്ളതല്ല, എന്തായാലും വരും എന്നുള്ളതാണ്. അത് മതിയായിരുന്നു പിന്നീട് അവനെ കേട്ട മനുഷ്യർക്ക്, അവനെ വിശ്വസിച്ച മനുഷ്യർക്ക് പ്രത്യാശയോടെ ജീവിക്കാൻ. അതുകൊണ്ടായിരുന്നു അവരുടെ നാവുകളിൽ ഒരിക്കലും മാറാതെ ഈ ഒരു മന്ത്രം കണക്ക് ഈ ഒരു പ്രാർത്ഥന നിരന്തരം അവർ ഉരുവിട്ടിരുന്നത്. മാറാനാത്ത, ഞങ്ങളെ രക്ഷിക്കാൻ കർത്താവെ വീണ്ടും വരയണമേ, വേഗം വരയണമേ. മാറാനാത്ത പ്രാർത്ഥന അവരുടെ വിശ്വാസ ജീവിതത്തെ എത്രമാത്രം ബലപ്പെടുത്തി എന്നറിയണമെങ്കിൽ ആദിമകാല ക്രിസ്ത്യാനികൾ മരണത്തിൻ്റെ മുൻപിൽ നിന്നിരുന്നൊരു നിൽപ്പ് കാണണം. അവരുടെ ബോഡി ലാംഗ്വേജ് കാണണം. ആ സമയത്ത് പോലും, മരിച്ചു പോകുമെന്നറിയുന്ന നേരത്ത് പോലും അവരുടെ നാവിൽ നിന്ന് വന്ന പ്രത്യാശയുടെ സുവിശേഷം കേൾക്കണം. മാറാനാത്ത കർത്താവെ, ഞങ്ങളെ രക്ഷിക്കാൻ വീണ്ടും വരയണമേ, വേഗം വരയണമേ. ആ കർത്താവ് നമ്മളെ രക്ഷിക്കാനായി വന്നിരിക്കുമെന്നുള്ള ഉറപ്പിന്മേലാണ് ക്രൈസ്തവ ജീവിതം ഇങ്ങനെ അടിസ്ഥാനമിട്ട് പണിതുയർത്തപ്പെട്ടതെന്നറിയണം. കർത്താവ് ഒരു കൂട്ടരെ നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചു തരണത്, മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും. ശരിക്കും അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ടോ ഇപ്പോൾ നമുക്ക്? നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ദിനം കാണണമെന്ന് ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന ഒരു ദിവസം വരുമെന്ന് ഈശോയ്ക്ക് തൻ്റെ മുൻപിലിരുന്ന മനുഷ്യരെ നോക്കി പറയാൻ പറ്റി. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു ചിന്ത പോലും ഇല്ല. എത്ര കാലം നമ്മളിങ്ങനെ സാധാരണ മനുഷ്യരായിട്ട് ജീവിക്കുന്നേ. ഈ ഭൂമിയിലെ ക്രിസ്ത്യാനിയുടെ പ്രത്യാശ എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടാമെന്നുള്ള ഉറപ്പാണ്. അവൻ തരുന്ന ചില ദൈവാനുഭവങ്ങളുടെ സുഹൃതത്തിലും നന്മയിലുമൊക്കെയാണ് ക്രൈസ്തവ ജീവിതം ഇത്ര ഭംഗിയായിട്ട് നിലനിൽക്കുന്നത് തന്നെ. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ. കർത്താവെ, നിന്നെ ഒന്ന് അനുഭവിക്കാൻ ഈ ലോകത്തായിരിക്കുമ്പോൾ തന്നെ ശിമയോനെ കണക്ക്, ആട്ടിടയന്മാരെ കണക്ക്, ആ നല്ല കള്ളനെ കണക്കൊക്കെ അങ്ങയുടെ അനുഭവം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് തമ്പുരാനെ.